കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. ഞാൻ ഇവിടേക്ക് വരാൻ പാടില്ലായിരുന്നു. അപ്പൊ ഞാൻ എവിടെയെങ്കിലും ഉണ്ടെന്നുള്ള വിചാരത്തില് വിഷമങ്ങൾ മനസ്സിലൊതുക്കിക്കൊണ്ട് അമ്മാവൻ എങ്ങനെയെങ്കിലുമൊക്കെ ജീവിച്ചേനെ. ഇനിയിപ്പോ പെട്ടെന്ന് എന്നെ കാണാതാവുമ്പോ അമ്മാവനത് സഹിക്കാൻ പറ്റുമോ? ആ കുറ്റബോധം കൊണ്ട് മാത്രം ഇത്രയൊക്കെ ഉണ്ടായിട്ടും ഞാൻ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങാത്തത്. അല്ലായിരുന്നെങ്കിൽ എപ്പോഴേ ഞാൻ ഇറങ്ങിപ്പോയേനെ. ഒരു വിധത്തിൽ പറഞ്ഞ ഇവിടെ നിന്നുകൊണ്ട് എല്ലാരും ഇങ്ങനെ വേദനിപ്പിക്കുന്നത് എനിക്കും വല്ലാത്ത നരകം തന്നെയാ. It's okay, Malavige. I can understand. അച്ഛൻ ഇവളോട് കാണിക്കുന്ന സ്നേഹം ആയുധമാക്കിക്കൊണ്ടാ ഇവിടെ നിൽക്കുന്നത് പോലും ത്യാഗമാണെന്ന് ഇവള് വരുത്തി തീർക്കുന്നത്. എന്താ നിന്റെ നാടകം? വരട്ടെ, എല്ലാവരും നിന്നെ വിശ്വസിക്കല്ലേ. അവിടെ നിന്നേ വൈദേഹി. ഇത്രയും നേരം നമ്മുടെ ഭർത്താവിനോട് സംസാരിക്കുകയായിരുന്നില്ലേ? കുറച്ചു നേരം കൂടെ നിക്ക്. നിന്നോടും എനിക്ക് കുറച്ച് സംസാരിക്കാനുണ്ട്. എന്ത് കാര്യത്തിന് എന്റെ പിറകെ കൂടിയിരിക്കുന്ന വൈദേഹി? എല്ലാരും എന്നെ വിശ്വസിക്കുമ്പോ നീ എന്തിനെന്നെ അവിശ്വസിക്കുന്നു? എന്തിന്റെ പേരില നീ എന്നെ സംശയിക്കുന്നെ? ഇപ്പൊ എന്നെ ഇങ്ങനെ ബുദ്ധിമുട്ടിച്ച് എന്നെ കുറിച്ച് വേണ്ടാത്തത് പറഞ്ഞിട്ട് അവസാനം ഞാനാണ് ഈ കുടുംബത്തിലെ അനന്തരവളെന്ന് അറിയുമ്പോ പറഞ്ഞതും ചെയ്തതൊക്കെ തിരിച്ചെടുക്കാൻ പറ്റുമോ? എന്റെ മനസ്സിൽ ഇതൊക്കെ അന്നും ഉണ്ടാവില്ലേ? എന്തിനാ വെറുതെ വയ്യാവേലി? എന്ത്? നീ ഇവിടുത്തെ അനന്തരവളാണെന്നോ? ഇത് ഞാൻ വിശ്വസിക്കണോ അല്ലേ? എല്ലാവരെയും കളിപ്പിക്കുന്ന പോലെ എന്നെ കളിപ്പിക്കാന്ന് നീ വിചാരിക്കണ്ട. മറ്റുള്ള എല്ലാവരും നിന്റെ മായയില് വീണ് കിടക്കാം എന്ന് കരുതി എന്റെ കണ്ണുകൂടി മൂടിക്കെട്ടാന്ന് വിചാരിക്കണ്ട. ഈ കുടുംബത്തെ സംബന്ധിക്കുന്ന ഓരോ കാര്യവും മനസ്സിലാക്കി ഇത്ര ബുദ്ധിയോടെ നീ ഇവിടെ കയറി കൂടിയെങ്കിൽ ഇത് നിന്റെ മാത്രം പ്ലാൻ അല്ലെന്നും എനിക്കറിയാം. ഇതിന്റെ പുറകിൽ വലിയൊരു ഗൂഢാലോചന തന്നെയുണ്ട്. വലിയ വലിയ പുള്ളികളും ഉണ്ടായിരിക്കും. അവരെല്ലാം കൂടിയാവണം നീ ഈ വീട്ടിലേക്ക് പറഞ്ഞയച്ചത്. എല്ലാവരുടെയും മുഖം മൂടി ഞാൻ പൊളിച്ചോളാം. കൂൾ കൂൾ. എന്തിനാ വൈദേഹി ഇത്രയ്ക്ക് ആവേശപ്പെടുന്നേ? അനുരഞ്ജനത്തിന്റെ വഴി കൂടെ ഒരു പരിഹാരം കണ്ടെത്തിക്കൂടെ? സാരല്ല, പോട്ടെ. നീ സംശയിക്കുന്നത് പോലെ ഞാൻ കള്ളം പറയുന്നതെന്ന് കണ്ടെത്തിക്കോട്ടെ. എങ്ങനെ നീ അത് തെളിയിക്കാൻ പോകുന്നേ? അത് ഞാൻ തെളിയിച്ചിരിക്കും. ഏത് കഴുക്കോൽ ഊരിയാലാണ് മേൽക്കൂര താഴെ വീഴാന്ന് ഞാനൊന്ന് നോക്കട്ടെ. എന്നിട്ടത് ഊരിയെടുത്തോളാം. അതോടെ നിന്റെ കള്ളക്കളിയും അവസാനിച്ചോളും. ഇന്ന് അനാഥാലയത്തിൽ വെച്ച് നീ ആരാണെന്ന് തെളിയിക്കാൻ പറ്റാതെ പോയതുകൊണ്ട് എല്ലാരും എന്നെ ഭ്രാന്തിന്ന് വിളിക്കുന്നുണ്ടാവും. എന്നാലും നീ കൗശലക്കാരിയും കള്ളിയും ആണെന്ന് മനസ്സിലാക്കിയ ശേഷം ഞാൻ നിന്നെ വെറുതെ വിടൂ? എത്ര കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും എത്ര അപമാനങ്ങളെ നേരിടേണ്ടി വന്നാലും സത്യം പുറത്തു കൊണ്ടുവന്ന് എന്റെ ഈ കുടുംബത്തെ ഞാൻ രക്ഷിച്ചിരിക്കും. നിന്നെ കൊണ്ട് അതൊന്നും പറ്റില്ല വൈദേഹി. നീ ഇവിടെ കിടന്ന് എത്ര മലക്കമറിഞ്ഞാലും ഞാൻ ഇവിടുത്തെ അനന്തരവൾ അല്ലാന്നുള്ള സത്യം
നിനക്കൊരിക്കലും തെളിയിക്കാൻ പറ്റില്ല. ഞാൻ ഒന്നും അറിയാത്തൊരു മണ്ടിയാണെന്ന് എല്ലാവരും പറയാറുണ്ട്. മണ്ടിയൊക്കെ തന്നെയാ എന്ന് കരുതി എന്റെ വീടിനെയും കുടുംബത്തെയും ആരെങ്കിലും നശിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ സടക്കുടഞ്ഞെണീക്കും എന്റെ ഉള്ളിലെ ശക്തി. ആ ശക്തിക്ക് മുന്നിൽ വിവേകത്തിനോ അവിവേകത്തിനോ ഒരു സ്ഥാനമില്ല. ഏതറ്റം വരെ പോവാനും മടിച്ചൊന്നും വരില്ല. വിചാരിച്ചത് നേടിയിട്ട് പിന്നെ ഈ വൈദേഹി അടങ്ങൂ. നിന്റെ കാര്യത്തിലും അങ്ങനെ തന്നെയാ. നീ ചെവി നുള്ളിക്കോ. വൈദേഹിയ പറയുന്നത്. എന്നാ നമുക്ക് കാണാം. അതവിടെ നിക്കട്ടെ. ഇപ്പൊ നിന്റെ അവസ്ഥ എന്താണെന്ന് അറിയാതെയാ നീ വാചകം അടിക്കുന്നേ. വീട്ടുകാരുടെ കാര്യം പോട്ടെ, ഒടുവിൽ നിനക്ക് താലി കെട്ടിയ നിന്റെ ഭർത്താവ് പോലും നിന്നെ വിശ്വസിക്കാതെ ആയില്ലേ. എന്ത് ചെയ്യാൻ പറ്റും? എന്റെ ഭർത്താവിനോട് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കാൻ എനിക്കറിയാം. കാണാൻ പോകുന്ന പൂരം പറഞ്ഞറിയിക്കേണ്ടതില്ലെന്നല്ലേ? ആഹാ. ഇവള് നിസാരക്കാരിയല്ല. ഇവൾ എന്തെങ്കിലുമൊക്കെ ചെയ്യും. അതും കണ്ടു കളയാം. ദാസേട്ടാ, എന്തേ ആലോചിക്കുന്നത്? കുടുംബത്തിലെ പ്രശ്നങ്ങൾ മാറാതെ മറ്റെന്തിനെങ്കിലും പറ്റി ചിന്തിക്കാൻ പറ്റുമോ കൗസല്യേ? സത്യദാസേട്ടാ, ചെറുപ്പത്തിൽ സ്വന്തം അനന്തരവളെ കൊണ്ട് നമ്മുടെ മോനെ കല്യാണം കഴിപ്പിക്കണമെന്ന് ആഗ്രഹിച്ചിട്ട് അവളെ തിരിച്ചു വന്നപ്പോ നമ്മുടെ മരുമോളായിട്ട് വൈദേഹി എവിടെയുണ്ട്? ഈ പ്രശ്നത്തിനൊരു പരിഹാരം കണ്ടെത്തുന്നതുവരെ എല്ലാവരുടെ മനസ്സിലൊരു ആന്തല് തന്നെയാ. ആ ഒരു പരിഹാരത്തിന് വേണ്ടി തന്നെയാ ഞാനും തെരഞ്ഞു നടക്കുന്നത് കൗസല്യേ. ദാസേട്ടാ, അതിനേക്കാൾ വേദന ഇപ്പൊ വൈദേഹിയുടെ കാര്യം തന്നെയാണ്. മാളവിക നമ്മുടെ അനന്തരവളാണെന്ന് അവൾ ഇതുവരെ വിശ്വസിച്ചിട്ടില്ല. മാളവിക അനന്തരവളല്ലാന്നൊന്ന് തെളിയിച്ചെടുക്കാൻ പറ്റുന്ന വഴിയെല്ലാം അവൾ ശ്രമിക്കുന്നുണ്ട്. എന്നുവെച്ചാ അവളുടെ ഉദ്ദേശം മാളവികയെ എങ്ങനെയെങ്കിലും ഈ വീട്ടിൽ നിന്ന് പറഞ്ഞയക്കണമെന്ന് തന്നെയല്ലേ? മാളവിക നമ്മുടെ അനന്തരവളാണെന്ന് നമ്മൾ എല്ലാവരും അംഗീകരിച്ചു കഴിഞ്ഞതാ. വൈദേഹിക്ക് മാത്രം എന്താ അതിൽ പ്രശ്നം? ദേവന് നഷ്ടപ്പെടുമെന്നുള്ള അവളുടെ പേടി ഇതിനെല്ലാത്തിനും കാരണം. എന്നുവെച്ച് ഇങ്ങനെയൊക്കെ ചെയ്യാന്ന് വെച്ചാ. പക്ഷേ മാളവികയുടെ കഴുത്തിൽ ദേവൻ ചെറിയ പ്രായത്തിൽ താലി കെട്ടി കഴിഞ്ഞതല്ലേ? അപ്പൊ മാളവികയ്ക്ക് അവകാശമുണ്ടല്ലോ. അത് നമ്മൾ ചിന്തിക്കേണ്ടതല്ലേ? അങ്ങനെ ചിന്തിക്കുന്നോണ്ട് മാത്രമാ അതിനൊരു പരിഹാരം അന്വേഷിച്ച് ഞാനിങ്ങനെ നടക്കുന്നേ. എന്ത് പരിഹാരം? എപ്പോഴാ ഇനി അതുണ്ടാവുക? നാളെ തന്നെ ഉണ്ടാവും കൗസല്യേ. ഗുരുക്കൾ നാളെ ഇതിനൊരു തീരുമാനം ഉണ്ടാക്കും.
ഒത്തിരി ശക്തിയുള്ള മനുഷ്യന്. അദ്ദേഹം ഞാൻ ദേവേട്ടന്റെ ഭാര്യയാണെന്ന് മനസ്സിലാക്കിയതുകൊണ്ടാ ഞങ്ങളുടെ കല്യാണത്തിന് സമ്മതിച്ചത്. അപ്പോ ഇപ്പോഴും അദ്ദേഹം സത്യം മാത്രമേ പറയൂ. മാളവിക ഈ കുടുംബത്തിലെ അനന്തരവളല്ലാത്തതുകൊണ്ടും മാളവികയുടെ കഴുത്തിൽ ചെറുപ്പത്തിൽ ദേവേട്ടൻ താലി കെട്ടാത്തതുകൊണ്ടും എന്തു വന്നാലും മാളവികയുടെ കാര്യത്തിൽ ഒരിക്കലും അദ്ദേഹം കൂട്ടുനിൽക്കില്ല. ഞാൻ മാത്രമാണ് ഭാര്യയെന്നും എനിക്കാണ് എല്ലാ അവകാശങ്ങളുമെന്നും അദ്ദേഹം പറയും. പിന്നെന്തിനും ഞാൻ പേടിക്കണം? ഗുരുക്കളുടെ രൂപത്തിൽ ആ ശ്രീരാമനാണ് എനിക്ക് കവചമായി നിൽക്കുന്നത്. അതുകൊണ്ട് തൽക്കാലം നീ ഇതിനെക്കുറിച്ച് ഓർത്തൊന്നും വേവലാതിപ്പെടേണ്ട കാര്യമില്ല. നാളെ ഗുരുക്കൾ ഒരു തീരുമാനം പറയുന്നത് വരെ നീ സമാധാനമായിരിക്കും. അപ്പൊ നാളെ ഇതിനൊക്കെ ഒരു തീരുമാനമാകുമെന്നർത്ഥം. ആരാണാവോ ആ ലക്കി ടിപ്പ്? വൈദേഹിയാണോ മാളവികയാണോ? വെരി ഇൻട്രസ്റ്റിംഗ് കോൺസെപ്റ്റ്. വിനയ, എന്താ മാളവികച്ചി? ദേവേട്ടന് പുട്ടും കടലക്കറിയും വലിയ ഇഷ്ടാണല്ലേ? അതെ മാളവികച്ചി, അതുണ്ടെങ്കിൽ പിന്നെ വേറെ ഒന്നും വേണ്ട. എന്താ കാര്യം? നാളെ ഞാനത് ഉണ്ടാക്കാൻ പോവുക. എന്നിട്ട് ദേവേട്ടന് ഞാൻ തന്നെ അത് വിളമ്പി കൊടുക്കും. വൈകിട്ട് മാർക്കറ്റിൽ നിന്ന് കുറച്ച് കടല വാങ്ങി വരണേ, വെള്ളത്തിലിട്ട് വെക്കാനാ. അതിന്റെ കാര്യമില്ല വിനയ. അതെന്താ വൈദ്യ ചേച്ചി, ദേവേട്ടന് പുട്ടും കടലയും വലിയ ഇഷ്ടമല്ലേ? ചേച്ചിക്ക് ഞാനുണ്ടാക്കുന്നത് ഇഷ്ടമല്ലായിരിക്കും. എനിക്കതെല്ലാം ഉണ്ടാക്കാനൊക്കെ അറിയുമെന്ന് വൈദേഹി ചേച്ചിക്ക് പേടിയായിരിക്കും. പേടിക്കണ്ട കേട്ടോ ചേച്ചി, എനിക്ക് പാചകമൊക്കെ നന്നായിട്ടറിയാം. ഞാനുണ്ടാക്കി കൊടുത്താ ദേവേട്ടനത് ഒത്തിരി ഇഷ്ടാവുകയും ചെയ്യും. നന്നായിട്ട് ഉണ്ടാക്കുമെന്നല്ലേ പറയുന്നേ? പാചകം ആർക്ക് വേണമെങ്കിലും ചെയ്യാലോ. ഉപ്പും പുളിയൊക്കെ കൃത്യമായ അനുപാതത്തിലിട്ടാ ആരുണ്ടാക്കിയാലും നല്ല സ്വാദായിരിക്കും. പക്ഷെ അത് ഉണ്ടാക്കണമെങ്കിൽ വീട്ടിലുണ്ടാവണ്ടേ. വിനയം പൊയ്ക്കോ. ശരി വൈദ്യ ചേച്ചി, എന്തെങ്കിലും വേണമെങ്കിൽ പറഞ്ഞാൽ മതി. എന്താ വൈദേഹി, വീട്ടിലുണ്ടാവണ്ടേ എന്നൊക്കെ? ദേവേട്ടൻ നാളെ വീട്ടിലുണ്ടാവില്ലേ? പുറത്തെവിടെയെങ്കിലും പോവാണോ? പുറത്തേക്ക് പോകുന്നത് ദേവേട്ടനല്ല, നീയാണ്. നാളെ തന്നെ ഈ വീട്ടിൽ നിന്ന് എന്നേക്കുമായി നീ ഇറങ്ങിപ്പോവും. ഞാനോ? ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോവുന്നോ? വല്ല പകൽക്കിനാവും കണ്ടതാണോ വൈദേഹി? അല്ല, പട്ടാപ്പകല് നിന്നെ ഞാൻ നക്ഷത്രം എണീക്കാൻ പോവാ. ഇപ്പോ നീ ഇവിടുത്തെ അനന്തരവളല്ലെന്നറിയാമെങ്കിലും തെളിയിക്കാൻ പറ്റില്ലെന്നല്ലേ പറഞ്ഞത്? ദേവേട്ടനെ അടിച്ചു മാറ്റുമെന്നും പറഞ്ഞിരുന്നു. നീ ദേവേട്ടനെ അടിച്ചു മാറ്റുവോ അതോ ദേവേട്ടൻ നിന്നെ അടിച്ചു പുറത്താക്കുമെന്ന് നാളെ നേരം വെളുക്കും പറയാൻ പറ്റും. എന്താ ഇത്? പെട്ടെന്നാണല്ലോ ഇവളുടെ കോൺഫിഡൻസ് ഇങ്ങനെ കൂടിയത്. ഞാൻ അനന്തരവളല്ലാന്ന് തെളിയിക്കാനുള്ള എന്തെങ്കിലും ഇവളുടെ കയ്യിൽ തടഞ്ഞിട്ടുണ്ടാവോ? എന്താ പതിവില്ലാതെ വൈദേഹിക്ക് എവിടുന്ന് ഇത്രയും കോൺഫിഡൻസ് കിട്ടിയെന്ന് അതിശയം തോന്നുന്നുണ്ടോ? ഒരു വലിയ സത്യത്തിന്റെ പിന്തുണയോടെയല്ലേ നീ ഈ വീട്ടിലേക്ക് കയറി വന്നത്. ഇപ്പൊ അതേ സത്യം നിന്നെ ഈ വീട്ടിൽ നിന്ന് പുറത്താക്കും. ഇനി നിനക്ക് ഈ വീട്ടിൽ നിൽക്കാൻ ഒരു നിർവാഹവുമില്ല. എന്താ നാവറിഞ്ഞപ്പോയെന്ന് തോന്നുന്നു? പേടിയായോ നിനക്ക്?
കുറച്ചു മുന്നേ നീ ചലഞ്ച് ചെയ്തപ്പോഴും ഞാൻ എന്തുകൊണ്ടാ ഒരു കുലുക്കോലത് നിന്നത്? സത്യം എന്റെ കൂടെയാ. അത് മാത്രമാണ് എന്റെ ധൈര്യവും. ഇപ്പൊ നിന്റെ മനസ്സിൽ പേടി തോന്നി തുടങ്ങിയിട്ടുണ്ടാവും. അതെന്തുകൊണ്ടാന്നറിയോ? നീ സത്യമല്ലാത്തത് കൊണ്ടാ. ഞാനെങ്ങനെ സത്യമല്ലാതാവും? വെറുതെ തർക്കിക്കണ്ടെന്ന് കരുതി മിണ്ടാതിരുന്നതാ. എനിക്ക് യാതൊരു പേടിയില്ല. സത്യമായിട്ട് നിനക്ക് പേടിയില്ലേ? തരി പോലും പേടിയില്ലേ? നിന്റെ ചുണ്ടുകളില്ല എന്ന് പറയുന്നുണ്ടെങ്കിലും നിന്റെ കണ്ണുകളിലേക്ക് നോക്കിയാൽ അറിയാം എത്ര മാത്രം പേടിക്കുന്നുണ്ടെന്ന്. അതുകൊണ്ടേ അന്ന് അച്ഛന് കത്തെഴുതി വെച്ചിട്ട് ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയതുപോലെ ഇന്നും പോയേക്ക് എന്നും പറഞ്ഞ് ഈ വട്ടം കത്തെഴുതി വെക്കേണ്ട കാര്യമൊന്നുമില്ല. നീ ഇവിടുന്ന് പോകുന്നോണ്ട് അച്ഛനെങ്ങാനും സങ്കടാവോന്നോർത്ത് നീ വിഷമിക്കണ്ട. നീ സത്യമല്ലെന്നും വെറും ഒരു മായയാണെന്നും നാളെ അച്ഛന് മനസ്സിലായിക്കോളും. നീയായിട്ട് ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നോ അതോ സത്യം അറിയുമ്പോ എല്ലാവരും കൂടെ ഇവിടുന്ന് നിന്നെ പുറത്താക്കണോ എന്നുള്ളത് നീ തീരുമാനിക്കാം. ആലോചിച്ചു നോക്ക്. എന്താ ഇവളുടെ കോൺഫിഡൻസിന്റെ രഹസ്യം? എന്തെങ്കിലും ബലമുള്ള തെളിവ് കിട്ടിയാലല്ലാതെ ഇത്രയ്ക്ക് ധൈര്യം കാണിക്കാൻ അവൾക്ക് പറ്റില്ല. എന്തായിരിക്കും അത്? മാളവികയുടെ കഴുത്തിൽ ഈ താലി കെട്ടിയത് നീയാണ് ദേവ. സ്നേഹിച്ച പെണ്ണിനെ തന്നെ ഭാര്യയായിട്ട് കിട്ടിയിട്ടും ഒന്ന് സന്തോഷിക്കാൻ അനുവദിക്കാതെ ദൈവം എന്തിനാ എന്നെ ഇങ്ങനെ പരീക്ഷിക്കുന്നത്? എന്നെ ജീവന തുല്യം സ്നേഹിച്ചിട്ടും സ്വന്തം അനിയത്തിക്ക് വേണ്ടി ആ കുടുംബത്തിനു വേണ്ടിയും മാറി നിന്നവളാ. പിന്നീട് അവൾ എന്റെ ഭാര്യയാണെന്നറിഞ്ഞിട്ടും വാശി കാരണം കുറെ നാൾ ഞാനും അകൽച്ച കാണിച്ചു. എല്ലാം മനസ്സിലാക്കി അടുക്കാൻ ശ്രമിച്ചപ്പോ ഇങ്ങനൊരു പ്രശ്നം ഉണ്ടാവുമെന്ന് മനസ്സിൽ പോലും വിചാരിച്ചില്ല. ഈ പ്രശ്നത്തിന്റെ പേരിൽ ഞാൻ ഇത്രയും വേദനിക്കുന്നുണ്ടെങ്കിൽ വൈദേഹി എത്രമാത്രം വേദനിക്കുന്നുണ്ടാവും. അവളുടെ ഉള്ളു കിടന്ന് പിടയുന്നുണ്ടാവും. ദേവേട്ടാ, ദേവേട്ടാ, ദേവേട്ടൻ എന്ത് ചെയ്യ അവിടെ? വഴിയെ പോകുന്ന പെൺപിള്ളാരെ ലൈൻ അടിച്ചോണ്ട് നിൽക്കുക. ചേടാ, എന്താ ദേവേട്ട മിണ്ടാത്തെ? ഒരു കുലുക്കമില്ലാതെ കല്ല് പോലെ നിൽക്കുക. എന്താ ദേവേട്ടന് പറ്റിയേ? എന്താ മുഖക്കാകെ വല്ലാതെ? ഇങ്ങനെ നിരാശപ്പെട്ട ദേവേട്ടന്റെ മുഖത്തിന് ഒരു ഭംഗിയുണ്ടാവില്ല. എന്നെ വഴക്ക് പറയും ദേഷ്യം കാണിക്കാൻ ചെയ്യുന്ന ദേവേട്ടനെ എനിക്കിഷ്ടം. എന്താ ദേവേട്ടാ, എന്താ എന്നെ ആദ്യമായിട്ട് കാണുന്നത് പോലെ? മാളവിക വന്നതുകൊണ്ട് രണ്ടാം ഭാര്യയുടെ സ്ഥാനമല്ലേ? എന്നിട്ട് ഇവക്കൊരു കുലുക്കമില്ലല്ലോ. ആളാകെ സന്തോഷത്തിലാണല്ലോ എന്നായിരിക്കും ചിന്തിക്കുന്നത്. അങ്ങനെയൊന്നുമില്ല. അങ്ങനെ തന്നെ. എന്നെ നഷ്ടപ്പെടുമെന്ന് മനസ്സിൽ നല്ല പേടിയുണ്ടല്ലോ. ദേവേട്ട, ഇവിടെ വന്നിരിക്കുന്നത് അച്ഛന്റെ അനന്തരവളോ ദേവേട്ടൻ ചെറുപ്പത്തിലെ താലി കെട്ടിയ പെണ്ണോ ആയിരുന്നെങ്കിൽ
ദേവേട്ടൻ കരുതും പോലെ എനിക്കും വിഷമമുണ്ടായനെ. പക്ഷേ ഇതാ പെണ്ണല്ല ദേവേട്ടാ, ഇതൊരു കള്ളിയാ. ഇവളങ്ങ് പോയിക്കോളും. ഉദ്ദേശം നടന്നു കഴിഞ്ഞാ പിന്നെ അവക്കിവിടെ നിൽക്കേണ്ട കാര്യമില്ലല്ലോ. മാളവിക സത്യമല്ലെന്ന വിശ്വാസത്തിൽ വൈദേഹി സന്തോഷിക്കുന്നത് പോലെ എനിക്കെന്തുകൊണ്ടാണ് സന്തോഷിക്കാൻ പറ്റാത്തെ? ഇനി അവളെങ്ങാനും സത്യമാണെന്ന് അറിയുന്ന നിമിഷം ഉണ്ടായേക്കാവുന്ന ഭവിഷ്യത്തുകളെ കുറിച്ച് ഓർക്കുമ്പോ പേടിയാവുന്നു. ഷടാ, ഞാൻ ഇത്രയൊക്കെ പറഞ്ഞിട്ടും ദേവേട്ടൻ ഇപ്പോഴും പഴയ മൂടി തന്നെയാ. ഞാനിപ്പോ മാളവികയെ കുറിച്ചൊന്നും ചിന്തിക്കുന്നില്ല. ദേവേട്ടൻ അവളെ കുറിച്ച് മറന്നിട്ട് സന്തോഷായിട്ടിരിക്കെ. ഇത് അത്ര എളുപ്പമുള്ള കാര്യമില്ലെന്ന് എനിക്കും അറിയാം. എന്നാലും ദേവേട്ടിനെ ആ മൂടിന്ന് പുറത്തു കൊണ്ടുവരാൻ നമുക്ക് ചെറിയൊരു മത്സരം നടത്തിയാലോ? മത്സരം? എന്ത് മത്സരം? ഭാര്യയോട് മത്സരിക്കാനുള്ള ഉത്സാഹമൊന്നും കാണുന്നില്ലല്ലോ മുഖത്ത്. മത്സരം എന്താണെന്ന് പറയട്ടെ. തോക്കാൻ പോകുന്നവർക്ക് മത്സരത്തെ കുറിച്ച് അറിയാൻ വലിയ താല്പര്യം ഉണ്ടാവില്ല. അതെ, ഇവിടെ ആരാ തോക്കാൻ പോകുന്നേ? ഞാൻ തോക്കാനൊന്നും പോകുന്നില്ല. എന്തിലും ഏതിലും വിജയം മാത്രമേ ഉള്ളൂ എനിക്ക്. ആഹാ, വിജയത്തിന്റെ കാര്യമൊക്കെ 2-3 ദിവസം മുന്നേ ഞാൻ കണ്ടതാ. ഞാൻ ചെയ്യുന്ന പോലെ ചെയ്യാൻ പറഞ്ഞിട്ട് തോറ്റ് തൊപ്പിയിട്ടില്ലേ? അതെ, ആ കാര്യം ഒന്നും എന്നെ ഓർമ്മിപ്പിക്കല്ലേ. തിന്നാനാന്ന് പറഞ്ഞ് ലഡും കൈ തന്നിട്ട് അത് തിന്നാതെ വായിലിട്ടോണ്ടിരുന്ന ആളെ പറ്റിക്കുക, അത് മത്സരമാണ്. ഇതൊക്കെ ആളെ പറ്റിക്കുന്ന കളിയാന്ന് ദേവേട്ടനും അറിയില്ലേ? മത്സരമാകുമ്പോ അങ്ങനെ പല കളികളും കളിച്ചെന്നിരിക്കും. ബുദ്ധിയോടെ പിടിച്ചു നിൽക്കാൻ പഠിക്കണം, എന്നെ പോലെ. ഇപ്പോഴും പിടിച്ചു നിൽക്കാൻ പറ്റുന്നൊരല്പം വിശ്വാസമെങ്കിലും ഉണ്ടെങ്കിൽ ഈ മത്സരത്തിലൊന്ന് ജയിച്ചു കാണിച്ചേ. ആയിക്കോട്ടെ, എന്താ മത്സരം ഒന്ന് വേഗം പറ. ഇന്ന് നിന്നെ തോൽപ്പിച്ച് കഴിഞ്ഞ പ്രാവശ്യം എന്നെ തോൽപ്പിച്ചതിനുള്ള പ്രതികാരം കൂടി തീർത്തിട്ട് ഞാൻ അടങ്ങും. എന്നാ പിന്നെ അങ്ങനെ. എന്റെ ശരീരത്തിൽ തൊടാതെ എന്നെ ഉമ്മ വയ്ക്കാൻ പറ്റുമോ? അതെങ്ങനെയാ നടക്കുന്ന കാര്യമല്ല പറ. എന്തുകൊണ്ട് നടക്കില്ല? അടിപൊളിയായിട്ട് നടക്കുന്നേ. പോട്ടെ, ഞാൻ ദേവേട്ടനെ തൊടാതെ ഒരു ഉമ്മ തരട്ടെ? അതെ, വിവരമില്ലാതെ ഓരോന്ന് പറയല്ലേ. ഒരാളെ തൊടാതെ എങ്ങനെ നമുക്ക് ഉമ്മ കൊടുക്കാൻ പറ്റും? അറ്റ്ലീസ്റ്റ് കവിളിലെങ്കിലും തൊടേണ്ടി വരില്ലേ? എനിക്ക് പറ്റും ദേവേട്ടാ. ദേവേട്ടൻ എന്തിനാ അതൊക്കെ ചിന്തിക്കുന്നേ? ദേവേട്ടനെ തൊടാതെ ഞാനൊരു ഉമ്മ തന്നാ ഞാൻ വിജയിച്ചു എന്ന് സമ്മതിക്കുമല്ലോ അല്ലേ? പറ ദേവേട്ടാ, സമ്മതിക്കുവോ? ഓക്കെ, സമ്മതിച്ചോളാം. പക്ഷേ അത് നടക്കില്ല എന്ന് എനിക്കറിയാം. നീ ഇതിൽ തോറ്റു തുന്നം പാടും. എന്നാ അത് നമുക്ക് കാണാലോ. ഞാൻ തോറ്റു പോകുന്നല്ലേ ദേവേട്ടന്റെ വിശ്വാസം? അതിപ്പോ തെളിയിക്കാം. ഇവിടെ നനങ്ങാതെ നിന്നോണോട്ടാ. എന്നാ നമുക്ക് മത്സരം തുടങ്ങാലോ? ഞാൻ റെഡിയായി. നമ്മുടെ ഉമ്മക്കളിക്ക് ആരും തടസ്സമായിട്ട് വരാതിരിക്കാൻ വാതിലും കുറ്റിയിട്ടു. ഇനി കളി തുടങ്ങാലോ? നീ തോറ്റാൽ എന്താ ചെയ്യാന്നുള്ള കാര്യം കൂടെ പറ. എന്ത് ചെയ്യുന്നോ? തോറ്റുപോയാ ശരിക്കൊരു ഉമ്മ തന്നാ മതിയോ? ആദ്യം നീ എനിക്ക് തൊടാതെ ഒരു ഉമ്മയൊന്ന് താ, എന്നിട്ട് തീരുമാനിക്കാം തൊട്ടിട്ടുള്ള ഉമ്മ വേണോ വേണ്ടയോന്ന്.